السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സത്യവിശ്വാസം മുറുകെ പിടിച്ച് സർവലോക പരിപാലകനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ നേരിന്റെ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ വളരെ സുപ്രധാനമായ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മസീഹുദ്ദജാലിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫിത്തനയാണ്, ഏറ്റവും വലിയ പരീക്ഷണമാണ് മസീഹുദ്ദജാലിന്റെ പരീക്ഷണം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തേക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രവിശ്യകളിലേക്ക്, നാടുകളിലേക്ക് കടന്നു വന്ന എല്ലാ അമ്പിയാക്കന്മാരും എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായങ്ങൾക്ക്, സമൂഹങ്ങൾക്ക് ഇവന്റെ ഫിത്തനയെ സംബന്ധിച്ച്, മസീഹുദ്ദജാലിന്റെ പരീക്ഷണത്തെ സംബന്ധിച്ച് താക്കീത് നൽകി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, മസീഹുദ്ദജാൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണത് എന്ന്. ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ ഖാദിയാനികളെ പോലെ അവരുടെ ആദർശം പിൻപറ്റിയ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ പിഴച്ച കക്ഷികൾ, അവരൊക്കെ മസീഹുദ്ദജാലിനെ നിഷേധിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ യഥാർത്ഥ രൂപത്തിലുള്ള ഒരു മസീഹുദ്ദജാൽ അല്ല അവസാന കാലത്ത് വരിക. മറിച്ച് ആ ഹദീസുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ആലങ്കാരികമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒക്കെ പ്രതീകാത്മകമായിട്ടാണ് സൂചിപ്പിച്ചത്. അതല്ലാതെ മസീഹുദ്ദജാൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞ കക്ഷികളാണ് ഖാദിയാനികളും അതുപോലെ തന്നെ പിഴച്ച വേറെ ധാരാളം കക്ഷികളുമൊക്കെ. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി ഞാൻ വിശദീകരിച്ചത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നിന്ന്
വളരെ സുദീർഘമായ ഒരു ഹദീസാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു. അതിൽ കിതാബുൽ ഫിതൻ എന്ന അധ്യായത്തിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ സുദീർഘമായ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആലങ്കാരികമായ പ്രയോഗമല്ല, പ്രതീകാത്മകമായി പറഞ്ഞതല്ല, മറിച്ച് അവൻ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനാണ് എന്ന് ആ ഹദീസിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സഹോദരന്മാരെ, ഈ രൂപത്തിൽ മസീഹുദ് ദജ്ജാലിനെ നിഷേധിക്കുന്ന ആളുകൾ ഈ സമുദായത്തിൽ തന്നെ ഉണ്ടാകുമെന്ന്, ഈ സമുദായത്തിൽ തന്നെ വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിമാർ ദീർഘവീക്ഷണത്തോടുകൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഈ സമുദായത്തിൽ പിൽക്കാലത്ത് ഇതുപോലെയുള്ള വ്യാഖ്യാനങ്ങളുമായി, ഇതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെ നിഷേധിച്ച് ഇതുപോലെയുള്ള സംഗതികളെ നിഷേധിക്കുന്ന ആളുകൾ ഈ സമുദായത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സഹാബിമാർ ദീർഘവീക്ഷണം നടത്തിയിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, അന്നഹു സയകൂനു നാസുൻ, ഈ സമുദായത്തിൽ ചില ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്ങനെയുള്ള ആളുകളാണവർ? യുകദ്ദിബൂന ബിദ്ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനെ നിഷേധിക്കുന്ന ആളുകൾ ഈ സമുദായത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് മാത്രമാണോ? വയുകദ്ദിബൂന ബിതുലൂഇ ശംസി മിൻ മഗ്രിബിഹാ, അന്ത്യനാളിന്റെ ലക്ഷണമാണ് മഗ്രിബിൽ നിന്ന്, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്ന ഒരവസ്ഥ. അതിനെ നിഷേധിക്കുന്നവരുണ്ടാകും. വയുകദ്ദിബൂന ബിഅദാബിൽ ഖബർ, ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകളുണ്ടാകും. അല്ലെ, ഈ സമുദായത്തിൽ തന്നെ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ പറയാറില്ലേ, ലോകപ്പ് പീഡനമാണ്, ലോകപ്പ് മർദ്ദനമാണ് ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞ് അതിനെയൊക്കെ നിഷേധിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു സംഗതിയെ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയത്തെ നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ വരും. അതേപോലെ വയുകദ്ദിബൂന ബിശ്ശഫാഅത്തി, അല്ലാഹുവിന്റെ റസൂൽ നാളെ പരലോകത്ത് ശഫാഅത്ത് ചെയ്യും. ആ ശഫാഅത്തിനെ നിഷേധിക്കുന്നവർ ഈ സമുദായത്തിൽ വരും. വയുകദ്ദിബൂന ബിൽ ഹൗലി, ഹൗലുൽ കൗസറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ദാഹജലം നൽകും. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതിനെ നിഷേധിക്കുന്നവരും ഈ ഉമ്മത്തിൽ വരും. വയുകദ്ദിബൂന ബിഖൗമിൻ യഖ്റുജൂന മിനൻ നാരി ബഅദ മംതുഹിഷു, അതായത് തെറ്റുകൾ സംഭവിച്ച മുഅ്മിനീങ്ങൾ തന്നെ അവരുടെ തെറ്റുകൾക്ക് അനുസൃതമായ ഫലം, തെറ്റുകൾക്കുള്ള ശിക്ഷ അള്ളാഹു അവർക്ക് നരകത്തിൽ നൽകിയതിന് ശേഷം പിന്നെ അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ഈ ഒരു സംഗതിയെയും നിഷേധിക്കുന്നവർ ഈ സമുദായത്തിൽ തന്നെ വരും എന്ന് അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിമാരിൽ പ്രമുഖനായ ഉമർ ഇബ്നുൽ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. ഇന്ന് അവിടെയാണ് ഈ സമുദായമുള്ളത്. ഖാദിയാനികൾ പറഞ്ഞു കഴിഞ്ഞു, എന്ത്? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവതയുടെ പ്രതാപവും പ്രചാരവുമാണ്. വ്യാഖ്യാനിച്ചു, സത്യത്തിൽ നിഷേധിച്ചതിന് തുല്യമായി. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ പറഞ്ഞു, ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവസാന കാലത്ത് വ്യാപകമായി പ്രചരിക്കുന്ന ഖുറാഫാത്തുകൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക്, അതേപോലെ തന്നെ കള്ളത്തരങ്ങൾക്ക്, അതിനൊക്കെയാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. അതല്ലാതെ യഥാർത്ഥത്തിലുള്ള ഒരു ദജ്ജാലൊന്നും, ഈ രൂപത്തിൽ പറയുന്ന ഒരു ദജ്ജാലൊന്നും വരില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഏതൊരു രൂപത്തിലാണോ ഈ വിഷയം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്, അതതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ അതിൽ വിശ്വാസമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, മുമ്പ് കഴിഞ്ഞ ഒരു നബിയും വിശദീകരിക്കാത്തതുപോലെ, മുമ്പ് കഴിഞ്ഞുപോയ ഒരൊറ്റ നബിയും വിവരിക്കാത്തതുപോലെ, വിവരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്ന നബിമാരൊക്കെ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കാർക്കും പറയാൻ കഴിയാത്ത,
അവരാരും വിവരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിദാ നമുക്ക് അവനെ സംബന്ധിച്ച് വിശദീകരിച്ചു തരുന്നു. എന്തിനാണ് നമുക്ക് മറ്റുള്ള നബിമാരാരും പറയാത്ത രൂപത്തിൽ വിശദീകരിച്ചു തന്നത്? നമ്മൾ അവസാനത്തെ സമൂഹമാണ്, നമ്മളാണ് അവസാനത്തെ സമൂഹം. ഇനി നമുക്ക് ശേഷം വേറെ ഒരു സമൂഹം ഇവിടെ വരികയില്ല. അള്ളാഹുവിന്റെ റസൂലാണ് അവസാനത്തെ നബി. ഇനി അള്ളാഹുവിന്റെ റസൂലിന് ശേഷം വേറെ ഒരു നബിയും വരികയില്ല. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലാണ് അവൻ വരുന്നത്, ഈ സമൂഹത്തിലാണ് മസീഹുദ് ദജ്ജാൽ വരുന്നത്. അവനെ സംബന്ധിച്ച് ഈ സമൂഹം മനസ്സിലാക്കാതെ പോയാൽ അവന്റെ